ഇവിടെ എനിക്ക് മീൻ കണ്ടിക്കാൻ ഒരാൾ ഹെൽപ്പിന് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് രാവിലെ ഒരാൾ എനിക്ക് മീൻ കണ്ടിക്കാൻ ഹെൽപ്പിന് വന്നിട്ട് പറഞ്ഞ് ഞാനങ്ങ് കണ്ടിച്ചോളാം. അത് ഞാൻ കാണിച്ചു തരാവേ. ദാണ്ടേ മീൻ കെട്ടിയതിൽ കണ്ടോ, എന്നെ സഹായിക്കാനായിട്ട് രാവിലെ വന്നേ കേട്ടോ. ചെറിയ പണികളൊക്കെ കൊടുത്താൽ ചെയ്യാൻ ഭയങ്കര പാടാണ്, പക്ഷേ ഇതേപോലെ വലിയ പണികളൊക്കെ കൊടുത്താൽ അങ്ങ് ചെയ്തോളും കേട്ടോ. ഈ മീനിന് ഏത് പരുവായിട്ട് തിരിച്ച് തരുന്നതെന്ന് അറിഞ്ഞില്ല. നല്ലതായിട്ട് കണ്ടിച്ചൊക്കെ തരും കേട്ടോ. നല്ല അടക്കം കട്ട് ചെയ്ത് തരുന്ന ആളാണ്. ഈ സമയം എടുക്കുമെന്നേ ഉള്ളൂ, 2 മണിക്കൂറൊക്കെ എടുക്കുമെന്നേ ഉള്ളൂ. കുഴപ്പമില്ല. നല്ല അത് തന്നെ, നമ്മളെ കണക്കൊന്നുമല്ല, നല്ല കണക്ക് വൃത്തിയാക്കുന്നത് കൊണ്ടാണ് അത്രയും സമയം എടുക്കുന്നത്. എന്തായാലും കട്ട് ചെയ്യട്ടെ. ഇത് നന്നായിട്ട് കട്ട് ചെയ്തൊക്കെ തരാറുണ്ട് കേട്ടോ. സാധാരണ ഞാൻ ചെറിയ മീനെ കൊടുക്കാറുള്ളൂ കട്ട് ചെയ്യാനായിട്ട്. പക്ഷേ ഇന്നിപ്പോൾ എൻ്റെ അടുത്ത് വന്ന് നിർബന്ധിച്ച് മേടിച്ചുകൊണ്ട് പോയതാണ്. ഇങ്ങോട്ട് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ ഞാനും വിചാരിച്ചെന്നാൽ ചെയ്യട്ടെ എന്ന്. പെൺകുട്ടികളല്ലേ, ഇതൊക്കെ പഠിച്ചിരിക്കണം. അത് കാരണം പിന്നെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. ഞങ്ങളുടെ കൊച്ചു വന്നിട്ടുണ്ട് കേട്ടോ. മീൻ കണ്ടിക്കുമ്പോൾ ഞങ്ങൾ അടുത്ത് വന്നിരിക്കുന്ന ഒരു കൊച്ചു വന്നിട്ടുണ്ട്. അവർ രണ്ടുപേരും കൂടെ ഒന്ന് കട്ട് ചെയ്യട്ടെ അല്ലേ. എന്തോ മനെ പറയുന്നേ? ഡാ, മീനെ നോക്കി എന്തോ കഥ പറയുക കേട്ടോ. ഓ, ആള് പാവ കേട്ടോ, ശല്യമൊന്നും ഉള്ള ആളല്ല. ഇങ്ങോട്ട് നോക്കടാ, ഇങ്ങോട്ട് നോക്കടാ. അവൻ വലിയ തല കണ്ടോണ്ടുള്ള വെയിറ്റിങ്ങിലാന്ന് തോന്നുന്നു. ആണെന്ന് ചോദിക്കുന്നതിനൊക്കെ മറുപടിയും തരുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.